ഹായ്, എല്ലാവർക്കും A to Z-ന്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും 2019 ഒരു ഗ്രൂപ്പ് ഡി എക്സാമിന് അപേക്ഷിച്ച ആളുകളുണ്ടാവും. ഏകദേശം 1,00,000-ഓളം അധികം ഒഴിവുകളാണ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഓരോ ഓരോ ഫേസ് ആയിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് ഫേസ് ഈ മാസം 17-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ് ഫസ്റ്റ് ഫേസ് നടക്കുന്നത്. പിന്നെ സെക്കൻഡ്, അങ്ങനെ തേർഡ്. ഇപ്പോൾ ഫസ്റ്റ് ഫേസിന്റെ അഡ്മിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റിയിലാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക എന്നൊക്കെ അറിയാം. ആ എക്സാമിന്റെ 4 ദിവസം, ആ ഒരു ഡേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റിന്റെ 4 ദിവസം മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും ഗ്രൂപ്പ് ഡി എക്സാമിന്. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ഒന്നും ഓർമ്മ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇന്ന് ഈ ഒരു എക്സാമിനെ കുറിച്ചും അതിന്റെ ഏതെല്ലാം RRBs ആണ് ഈ 17/8 നടക്കുന്നത്, അതുപോലെ ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ മറന്നു പോയാൽ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായും ഒരുപാട് ഫ്രണ്ട്സുകൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങളെ അറിയുന്ന ഫ്രണ്ട്സുകളോടൊക്കെ പറയും എക്സാം വന്നിട്ടുണ്ടെന്നും. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം അവരിലേക്ക് എത്തിക്കുക. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക. നമുക്കായാലും ഈ RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ 2019 RRC 01/2019 എന്ന് പറയുന്ന ലെവൽ 1 പോസ്റ്റിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇറക്കിയിരുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തിരുന്ന കാരണം 1,00,000-ലധികം ഒഴിവുകളിലേക്കായിരുന്നു ഈ റിക്രൂട്ട്മെന്റ് വന്നിരുന്നത്. അപ്പോൾ അതിന്റെ എക്സാം 17/8/2022 മുതൽ ഏകദേശം 25/8/2022 വരെയാണ് ഫേസ് 1 നടക്കുന്നത്. ഫേസ് 1 പിന്നെ ഫേസ് 2 ഉടൻ തന്നെ നടക്കുന്നതായിരിക്കും. ഒരുപാട് കാലങ്ങളായിട്ട് ഈ കോവിഡിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സാം നീണ്ടു പോയതായിരുന്നു. ഇത്രയൊന്നും വൈകലില്ല. ഇപ്പോൾ ഫേസിൽ 1 നടക്കുന്നത് 3 RRB ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന് RRC ഈസ്റ്റ് റെയിൽവേ സെൻട്രൽ റെയിൽവേ, സൗത്ത് സെൻട്രൽ റെയിൽവേയും അതുപോലെ വെസ്റ്റേൺ സെൻട്രൽ റെയിൽവേയിലായിട്ടാണ് നടക്കുന്നത്. 3 RRB കൂടിയിട്ടാണ് ഫേസ് 1 നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് എക്സാംസ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് എക്സാം സിറ്റിയും ഡേറ്റും അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ട്രാവലിംഗ് പാസ് ഉണ്ടാവും, അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. 9/8/2022 മുതൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് എല്ലാ RRBന്റെ കീഴിലും. ഇപ്പോൾ RRB ചെന്നൈ ആണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, സദേൺ റീജിയനിൽ അപ്ലൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ RRB ചെന്നൈയിലായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെല്ലാം RRBയിൽ ഒഴിവുകളും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എക്സാമിന് 4 ദിവസം മുമ്പ് നിങ്ങൾക്ക് എക്സാം ഓൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ RRB chennai.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഓരോന്നിന്റെയും. അത് ഡൗൺലോഡ് സിറ്റി സ്ലിപ്പ് ഇവിടെ 3-ാമത്തെ ഭാഗത്താണ് വരുന്നത്. CN നമ്പർ RRC 01/2019 എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് സിറ്റി സ്ലിപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ മന്ത് ഇയർ കൊടുക്കുക, അതിനുശേഷം ലോഗിൻ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ് ഈ രജിസ്ട്രേഷൻ നമ്പർ മറന്നു പോയിട്ടുള്ള ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അറിയാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ടു നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ലഭിക്കുന്നതാണ്. മെയിലിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ അവിടെ ഡിസ്പ്ലേ കാണിക്കുന്നതാണ്. അപ്പോൾ അത് എടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് അല്ലെങ്കിൽ എവിടെയാണ് സിറ്റി ഡേറ്റും അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവില്ല, സെക്കൻഡ് ഫേസിലോ തേർഡ് ഫേസിലോ ഒക്കെ ആയിരിക്കും. ഉടൻ തന്നെ അടുത്ത ഫേസിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും. ഈ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.